അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഊഷരം എന്നതിന്റെ വിപരീത പദം ഏത്? ഉറവ, ഉർവരം, ആർദ്രം, വരണ്ട. ഏതാ ശരിയായ പ്രയോഗം? ഊഷരം എന്ന വാക്കിന്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി ചാനലിന് വേണ്ടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാതൃകാ ചോദ്യ പേപ്പറാണ്. ബിരുദ നിലവാരത്തിലുള്ള PSC പരീക്ഷയിൽ ഏതൊക്കെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നതിനെക്കുറിച്ച് സാമാന്യമായൊരു ധാരണ ഉണ്ടാക്കി തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ ലഭ്യമാകുന്നതായിരിക്കും. ഏവർക്കും സ്വാഗതം ഒരു മാതൃകാ ചോദ്യ പേപ്പറിലേക്ക്. മലയാളത്തിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് പറയുമെങ്കിലും അത് സാഹിത്യത്തിലെ ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടെ ഒരു 13 ചോദ്യങ്ങൾ വരെ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഒരേ സമയം മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്, ഒപ്പം തന്നെ അത് കറണ്ട് അഫയറുമാണ്. അപ്പൊ ഇങ്ങനെ 2 തലങ്ങളിലുള്ള ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളവുമായി ബന്ധപ്പെട്ട് 13ഓളം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സിലബസിനെ ഒന്ന് അടുത്തറിയാനും അതുപോലെ ബിരുദ നിലവാരത്തിലുള്ള PSC പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്നറിയാനും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നറിയാനും ഒക്കെ നിങ്ങൾക്ക് സഹായകരമായിരിക്കും ഇന്നത്തെ ക്ലാസ്. ഏവർക്കും സ്വാഗതം മാതൃകാ ചോദ്യ പേപ്പറിലേക്ക്. ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ദുഗ്ധം എന്ന പദത്തിന്റെ അർത്ഥം. സമാന പദം പര്യായ പദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദുഗ്ധം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? തൈര്, മോര്, പാല്, നെയ്യ്. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പാലിന്റെ പര്യായമാണ് ദുഗ്ധം എന്നുള്ളത്. ഇത് ഒരുപാട് തവണ നമ്മുടെ പരീക്ഷയിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ പാലിന്റെ തന്നെ പര്യായ പദങ്ങൾ പലയാവർത്തി പല തരത്തിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലിന്റെ പര്യായം പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് പാലിന്റെ പര്യായങ്ങൾ? ക്ഷീരം, ദുഗ്ധം, പയസ്, മധു, സുസിതം. ഇതൊക്കെ എന്താണ്? പാലിന്റെ പര്യായ പദങ്ങളാണ്. ക്ഷീരം നമുക്കറിയാം അല്ലെ. ക്ഷീരോത്പാദക സംഘം എന്നൊക്കെ കേട്ട നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ അല്ലെ ക്ഷീരോത്പാദക സംഘങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ക്ഷീരം എന്ന് പറഞ്ഞാൽ പാലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദുഗ്ധം പാലാണ്. പയസ് എന്ന വാക്കിന് ജലമെന്നും പാലെന്നും അർത്ഥമുണ്ട്. മധു ഒരേ സമയം തേനിന്റെയും പാലിന്റെയും പര്യായ പദമാണ്. സുസിതം എന്ന് പറഞ്ഞാലും എന്തു തന്നെയാണ്? പാല് തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷനുകളിൽ എന്തൊക്കെയുണ്ട്? തൈര്, മോര്, നെയ്യ് അല്ലെ. ഇതും കൂടി നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മൾ ഒരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ മാത്രം പോരാ. പിന്നെയോ അവശേഷിക്കുന്ന 3 ഓപ്ഷനുകൾ ഉണ്ടല്ലോ, ആ ഓപ്ഷനുകൾ എന്തുകൊണ്ട് അവിടെ വന്നു എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. അല്ലെങ്കിൽ ഒറ്റ വാക്യത്തിലെങ്കിലും ആ ഓപ്ഷനെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആകുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് കംപ്ലീറ്റ് ആകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷനുകളുടെ പര്യായ പദങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ചുരുക്കം. അപ്പൊ നോക്കിക്കേ, നമുക്ക് നെയ്യിന്റെ പര്യായ പദം പരിശോധിക്കാം. ഏതൊക്കെയാണ്? ഖജപം, ഘൃതം, താമരം, സുധ, ഹവി, ഗോലജം, തൈജസം. ഇതൊക്കെ എന്താണ്? നെയ്യിന്റെ പര്യായ പദങ്ങളാണ്. നെയ്യിന്റെ പര്യായ പദങ്ങളും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഖജപം അതുപോലെ ഗോലജം തുടങ്ങിയ വാക്കുകൾ നമ്മുടെ പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി മറക്കരുത്, നെയ്യിന്റെ പര്യായ പദങ്ങൾ ഖജപം, ഘൃതം, താമരം, സുധ, ഹവി, ഗോലജം, തൈജസം. ഇതിൽ തൈര്, മോര് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഓപ്ഷനിൽ വന്നതുകൊണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണ് തൈരിന്റെ പര്യായ പദങ്ങൾ? ക്ഷീരജം, വിരളം, മംഗല്യം, ദ്രപ്സം, ദതി. ഇതൊക്കെ എന്താണ്? തൈരിന്റെ പര്യായ പദങ്ങളാണ്. മോരിന്റെ പര്യായ പദങ്ങളോ? തക്രം, കടുരം, മസ്തു, സായന, കാലേശയം, ഖലം. ഇതൊക്കെ എന്താണ്? മോരിന്റെ പര്യായ പദങ്ങളാണ്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ശരിയായ പദങ്ങളുടെ കൂട്ടം കണ്ടെത്തുക. 1 സൃഷ്ടി, ശുശ്രൂഷ, വൃണം. 2 ശൃംഖല, ശ്ലഥം, സ്വേദം, ഹ്രസ്വം. ഹ്രസ്വം മഠയൻ, മൂഢൻ. 4 പഥികൻ, മേഖല, ഭൗതികം.
ഇതിൽ ഏതാണ് ശരിയായ കൂട്ടം? ശരിയായ വാക്കുകൾ മാത്രം അടങ്ങിയിട്ടുള്ള കൂട്ടം ഏതാണ്? അത് നാലാമത്തതാണ്, അതായത് ഓപ്ഷൻ ബി ആണ്. പഥികൻ, മേഖല, ഭൗതികം. ഈ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമാണ്. ബാക്കിയുള്ള മൂന്നിലും എന്തുണ്ട്? തകരാറുണ്ട്. എന്താണ് ആ തകരാറെന്ന് നോക്കാം. നോക്കിക്കേ, ശുശ്രൂഷ എന്ന വാക്ക് തെറ്റാണ്. ശരിയായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? ശുശ്രൂഷ എന്നാണ് കേട്ടോ. പരിചരണം എന്നർത്ഥം വരുന്ന വാക്ക് എന്താണ്? ശുശ്രൂഷയാണ്. അതുപോലെ പത്രങ്ങളിലൊക്കെ നമ്മൾ അച്ചടിച്ച് കാണുന്ന ഒരു വാക്കാണ്, റെക്കമെൻഡേഷന്റെ മലയാള പദമായിട്ട് കാണുന്ന വാക്കാണ് ശുപാർശ. പക്ഷെ PSC അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല കേട്ടോ. ശുപാർശ എന്നുള്ളത് തെറ്റാണ്. റെക്കമെൻഡേഷന് PSC പറയുന്നത് ശുപാർശ എന്നാണ്. അതുപോലെ മുറിവ് എന്നർത്ഥം വരുന്ന വാക്ക് ഇവിടെ വ്രണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. വ്രണം തെറ്റാണ്. ശരിയായ പദം ഏതാണ്? വ്രണമാണ് കേട്ടോ. മുറിവിന്റെ പര്യായം വ്രണമാണ്. അതുപോലെ നെറ്റ്വർക്ക് എന്നർത്ഥം വരുന്ന വാക്കാണ് ശൃംഖല. ശൃംഖല എന്നെഴുതേണ്ടത് ഇങ്ങനെയാണോ? അല്ല, ശൃംഖല. ചങ്ങല അല്ലെങ്കിൽ തുടർച്ച, നെറ്റ്വർക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കിന്റെ തത്തുല്യമായ മലയാള പദം ശൃംഖല. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതുപോലെ ശ്ലഥം. ശ്ലഥം എന്ന് പറഞ്ഞാൽ അയവുള്ളത് എന്നാണ് വാക്കിനർത്ഥം. അവിടെ എന്താണ് വേണ്ടത്? അധികരവർണ്ണമാണ് വേണ്ടത്, അല്ലെ? ശ്ലഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടിലത് മഞ്ചരിയായിടും. മഞ്ചരി വൃത്തത്തിന്റെ ലക്ഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്ലഥകാകളി വൃത്തത്തിൽ, അതായത് കാകളിയുടെ അയഞ്ഞ രൂപമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്ത്? മഞ്ചരി വൃത്തം എന്ന് പറയുന്നത്. അതുപോലെ ശ്വേതം എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്, അല്ലെ? ശ്വേതം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുപ്പാണ്. ഇവിടെ അത്തരത്തിൽ തെറ്റ് സംഭവിച്ചതാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അല്ലെങ്കിലോ സ്വേദം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എന്താണ്? വിയർപ്പ് അല്ലെങ്കിൽ ചൂടിന്റെ പര്യായമാണ് സ്വേദം എന്നുള്ളത്. അടുത്തത് നോക്കിക്കേ, ഹ്രസ്വം, മഠയൻ, മൂഢൻ. ഈ മൂന്ന് വാക്കുകളും തെറ്റാണ്. ശരിയായ വാക്കുകളോ? ഹ്രസ്വം, അല്ലെ? നീളം കുറഞ്ഞത് എന്നുള്ളതിന്റെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഹ്രസ്വമാണ്. ഹ്രസ്വം എന്ന വാക്കിന്റെ വിപരീതമാണ് എന്ത്? ദീർഘം എന്നുള്ളത്. അതുപോലെ മഠയൻ എന്നെഴുതുമ്പോൾ എല്ലാവരും വട്ടപൂജ്യം ഠ അല്ലെങ്കിൽ അധികര വർണ്ണമാണ് ഉപയോഗിക്കാറുള്ളത്. അത് തെറ്റ്. മഠയൻ, വിഡ്ഢി എന്നർത്ഥം വരുന്ന വാക്ക് മഠയൻ ടായാണ്, ഖരവർണ്ണമാണ് വരേണ്ടത്. അതുപോലെ വിഡ്ഢി എന്ന് തന്നെ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് മൂഢൻ. മൂഢൻ എന്നെഴുതുമ്പോൾ ഘോഷവർണ്ണം അല്ലെങ്കിൽ അകത്തേക്ക് ചുറ്റിക്കെട്ടുള്ള വർണ്ണമാണ് ഉപയോഗിക്കേണ്ടത്. കിട്ടിയല്ലോ. അപ്പൊ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളിത് ഇവിടം കൊണ്ട് ഉത്തരം അവസാനിപ്പിക്കും. നമുക്കത് മതിയോ? പോരാ. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷനുകൾ ഉത്തരമാകാതെ പോയത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. ഒരു പക്ഷെ വരുന്ന പരീക്ഷയിൽ ഈ ബാക്കിയുള്ള ഓപ്ഷനിൽ കാണുന്ന ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ചോദ്യമായിട്ട് വരിക. അപ്പൊ ഇത്തരത്തിൽ വേണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: സഭ്യേതരം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ ഈ കാണുന്നതിൽ ഏതാണ് വരുന്നത്? സഭ്യ അധികം ഏതരം, സഭ്യേ അധികം തരം, സഭ്യ അധികം ഇതരം, സഭി അധികം ഇതരം. ഏതാ ശരിയായത്? സഭ്യ അധികം ഇതരമാണ് എന്താകുന്നത്? സഭ്യേതരമാകുന്നത്. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിൽ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമങ്ങൾ എന്നൊരു അധ്യായം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് രണ്ട് വാക്കുകൾ, രണ്ട് അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ മലയാളത്തിൽ മൂന്നാമതൊരക്ഷരം രൂപപ്പെടും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്നാണിത്. ആയും ഈയും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? എ എന്ന ശബ്ദം കിട്ടും. എ അല്ല, എ എന്ന ശബ്ദമാണ് നമുക്ക് ലഭിക്കുക. നോക്കിക്കേ, ദേവ അധികം ഇന്ദ്രൻ, അല്ലെ? ദേവ എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ആ എന്ന ശബ്ദമുണ്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്തോ ഈ എന്ന ശബ്ദമാണ്. അപ്പോ ആയും ഈയും കൂടി ചേർന്നത് കൊണ്ടാണ് ചേർത്തെഴുത്തിൽ ഏത് ശബ്ദം വന്നത്? ദേവേന്ദ്രൻ, എ എന്ന ശബ്ദം വന്നത്. അതുപോലെ മഹേശ്വരൻ എന്ന വാക്ക് ശ്രദ്ധിക്കുക. മഹ എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് എന്തുണ്ട്? ആ എന്ന ശബ്ദമുണ്ട്. ഈശ്വരൻ ആരംഭിക്കുന്നതോ ഈ എന്ന ശബ്ദത്തില്. അതുകൊണ്ട് ചേർത്തെഴുത്തിൽ ഏത് ശബ്ദം വന്നു? മഹേശ്വരൻ. കണ്ടോ, അവിടെ എ എന്ന ദീർഘം വന്നത് അങ്ങനെയാണ്. അതേ മാതൃകയിൽ വരുന്ന വാക്കല്ലേ സഭ്യേതരം? നോക്കിക്കേ, സഭ്യ എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് എന്തുണ്ട്? ആ എന്ന ശബ്ദമുണ്ട്. ഇനി രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നതോ ഈ തരം, ഈ എന്ന ശബ്ദത്തിലാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ചേർത്തെഴുത്തിൽ എന്തു വരണം? ദീർഘിച്ച എ ശബ്ദം വരണം. അങ്ങനെയാണ് ഏത് വാക്ക് നമുക്ക് കിട്ടുന്നത്? സഭ്യേതരം എന്ന വാക്ക് നമുക്ക് കിട്ടുന്നത്. മറക്കാൻ പാടില്ലാത്ത പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമം ഏതാണ്? A+E=A എന്നുള്ള നിയമം മറക്കാതിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ, ഞാൻ എന്നും പതിവായി 3 കിലോമീറ്റർ നടക്കാറുണ്ട്. ഞാൻ 10 രൂപ വീതം കൊടുത്ത് 2 പുസ്തകം വാങ്ങി. ഓരോരുത്തർക്കും 2 രൂപ വീതം കൊടുക്കണം. എല്ലാ ഞായറാഴ്ച തോറും അയാളെ കാണാറുണ്ട്. ഇതിലേതാണ് ശരിയായ വാക്യം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ഞാൻ എന്നും പതിവായി 3 കിലോമീറ്റർ നടക്കാറുണ്ട്. ഈ എന്നും എന്ന വാക്ക് എന്തിനെ കുറിക്കുന്നു? പതിവിനെ കുറിക്കുന്നു. അപ്പൊ രണ്ടും കൂടി പ്രയോഗിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നുകിൽ ഞാൻ എന്നും 3 കിലോമീറ്റർ നടക്കാറുണ്ട്, അല്ലെങ്കിലോ ഞാൻ പതിവായി 3 കിലോമീറ്റർ നടക്കാറുണ്ട്. അടുത്തത്, ഞാൻ 10 രൂപ വീതം കൊടുത്ത് 2 പുസ്തകം വാങ്ങി. അപ്പൊ പുസ്തകത്തിന്റെ മൊത്തം വില എത്രയാണ്? 20 രൂപയാണ്. 2 പുസ്തകത്തിനും കൂടി 20 രൂപയാണ്. ഒരു പുസ്തകത്തിന് 10 രൂപ എന്ന നിരക്കിലാണ് ഞാൻ വാങ്ങിയത് എന്നർത്ഥം അല്ലെ? പെട്ടെന്ന് നോക്കുമ്പോൾ ആ വാക്യം തെറ്റാണെന്ന് തോന്നും. അത് ശരിയായ വാക്യമാണ്. അടുത്തത് നോക്കിക്കേ, ഓരോരുത്തർക്കും 2 രൂപ വീതം കൊടുക്കണം. ഇവിടെ എന്താ തകരാറ്? 2 എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? 2 എന്ന വാക്കിന് 2 വീതം എന്നാണ് അർത്ഥം. അപ്പൊ തെറ്റ് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇവിടെ 2 എന്ന വാക്ക് ഉപയോഗിച്ച സ്ഥിതിക്ക് ഇവിടെ ഏത് വാക്കിന്റെ ആവശ്യമില്ല? വീതം എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല. അടുത്തത്, എല്ലാ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തോറും എന്ന വാക്ക് പ്രയോഗിക്കേണ്ടതില്ല. നോക്കിക്കേ, ഒന്നുകിൽ എല്ലാ ഞായറാഴ്ചയും അയാളെ കാണാറുണ്ട്, അല്ലെങ്കിലോ ഞായറാഴ്ച തോറും അയാളെ കാണാറുണ്ട്. അപ്പോഴും അർത്ഥത്തിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമല്ലേ? എന്താണോ സംവേദനം ചെയ്യാൻ ഉദ്ദേശിച്ച ആശയം അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. കിട്ടിയോ? അപ്പോൾ ഇങ്ങനെയാണ് വാക്യങ്ങൾ തിരുത്തേണ്ടത്. നോക്കിക്കേ, ഞാൻ എന്നും പതിവായി 3 കിലോമീറ്റർ നടക്കാറുണ്ട്. ഒന്നുകിൽ എന്നും അല്ലെങ്കിൽ പതിവായി. അതുപോലെ ഓരോരുത്തർക്കും 2 അല്ലെങ്കിൽ 2 വീതം രൂപ കൊടുക്കണം. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 2 വീതം. 2 വാക്കിനും ഒരേ അർത്ഥം. അതുപോലെ നോക്കിക്കേ, എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ച തോറും അയാളെ കാണാറുണ്ട്. 2 പ്രയോഗത്തിന്റെ അർത്ഥം ഒന്ന് തന്നെയല്ലേ? ഞായറാഴ്ച തോറും എന്ന് പറഞ്ഞാലും എല്ലാ ഞായറാഴ്ചയും എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ടത്, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്, KAS-ന്റെ പരീക്ഷയിൽ വരെ വന്നിട്ടുള്ള ചോദ്യമാണിത്. ഉറുമ്പ് എന്നതിന് സമാനമായ പദമേത്? പിപീലിക, മക്ഷിക, മശകം, മക്കുണം. ഇതിലേതാണ് ഉറുമ്പിന്റെ പര്യായ പദം? വളരെ പ്രധാനപ്പെട്ടത്, വളരെ പ്രസിദ്ധമായത് ഏതാ? പിപീലിക. പിപീലിക എന്ന് പറഞ്ഞാലും പിപീലി എന്ന് പറഞ്ഞാലും വമ്രം എന്ന് പറഞ്ഞാലും വമ്രി എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഉറുമ്പ് തന്നെയാണ്. നോക്കാം നമുക്ക് ഉറുമ്പിന്റെ പര്യായ പദങ്ങൾ. പിപീലിക, വൽമി, വമ്രം, വമ്രി, പിപീലി. ഇത് 4ഉം ഇത് 5ഉം എന്ത് തന്നെയാണ്? ഉറുമ്പിന്റെ പര്യായ പദങ്ങളാണ്. ഒരിക്കൽ കൂടി, പിപീലിക, വൽമി, വമ്രം, വമ്രി, പിപീലി. കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിക്കേ. മക്ഷിക. മക്ഷിക എന്ന് പറഞ്ഞാൽ ആരാണ്? ഈച്ചയാണ് കേട്ടോ. മക്ഷിക എന്ന് പറഞ്ഞാൽ ഈച്ചയുടെ പര്യായ പദമാണ്. മധുമക്ഷിക എന്ന് പറഞ്ഞാലോ തേനീച്ചയുടെ പര്യായമാണ്. അപ്പൊ ഈച്ചയുടെ പര്യായ പദങ്ങൾ നോക്കിക്കേ. മക്ഷിക, നീല, വർവണ, സരഘ, ഭംഭം. ഇതൊക്കെ എന്താണ്? ഈച്ചയുടെ പര്യായ പദങ്ങളാണ്. മക്ഷിക, നീല, വർവണ, സരഘ, ഭംഭം. അതുപോലെ കൊതുകിന്റെ ഒരു പര്യായ പദമാണേത്? മശകം. മശകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ മശകം. മശകം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊതുകാണ്. അതുപോലെ മശകം എന്ന് പറഞ്ഞാൽ കൊതുകാണ്. മശുനം എന്ന് പറഞ്ഞാൽ ആള് മാറി. ആരാണ്? നായ അല്ലെങ്കിൽ പട്ടിയുടെ പര്യായമാണ്. സാരമേയം എന്നൊക്കെ പറഞ്ഞാൽ ആര് തന്നെയാണ്? പട്ടിയാണ് കേട്ടോ. മശുനം, സാരമേയം ഇതൊക്കെ പട്ടിയുടെ പര്യായ പദങ്ങളാണ്. മശകം കൊതുക്, മശുനം പട്ടി. മക്കുണം അല്ലെ, നമ്മുടെ ഓപ്ഷനിലുള്ളതാണ് മക്കുണം. മക്കുണം അല്ലെങ്കിൽ മക്വണം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂട്ടയുടെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഉറുമ്പിന്റെയും അതുപോലെ ഈച്ചയുടെയും പര്യായ പദങ്ങൾ പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഉറുമ്പിന്റെ പര്യായ പദങ്ങൾ ആവർത്തിത ചോദ്യവുമാണ്. ഒന്നിലധികം പരീക്ഷകളിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വിഗ്രഹിക്കുക സുഹൃതാമൃതം.
ഒരു വാക്ക് വിഗ്രഹിക്കാൻ അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ കൃത്യമായി ഉത്തരം കണ്ടെത്താൻ നമുക്ക് സഹായകമാകുന്നത് എപ്പോഴും വാക്കിന്റെ അർത്ഥമായിരിക്കും. എന്താണ് സുകൃതാമൃതം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? സുകൃതം. സുകൃതം എന്ന പ്രയോഗത്തിനർത്ഥം സൽപ്രവൃത്തി എന്നാണ്. നല്ല പ്രവൃത്തിക്കാണ് എന്ത് പറയുന്നത്? സുകൃതം എന്ന് പറയുന്നത്. അമൃതം എന്ന് പറഞ്ഞാൽ മൃതത്തെ ഇല്ലാതാക്കുന്നത്, മരണത്തെ ഇല്ലാതാക്കുന്നത്. സുകൃതാമൃതം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? നല്ല പ്രവൃത്തിയാകുന്ന അമൃത. ഒരു വ്യക്തി മരണശേഷവും ജീവിച്ചിരിക്കുന്നത് ആ വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തതിന്റെ നന്മയുടെ അടിസ്ഥാനത്തിലാണ്. ശരിയല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും കാലം നാളെയും നമ്മളെ ഓർക്കുക. അപ്പൊ സുകൃതാമൃതം എന്നുള്ളത് സുകൃതം എന്ന അമൃതം, അല്ലെങ്കിലോ സുകൃതമാകുന്ന അമൃതം എന്നാണ് വിഗ്രഹിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഓപ്ഷൻ എ സുകൃതവും അമൃതവും, ഓപ്ഷൻ ബി സുകൃതത്തിന്റെ അമൃതം, ഓപ്ഷൻ സി സുകൃതമാകുന്ന അമൃതം, ഓപ്ഷൻ ഡി സുകൃതമോ അമൃതമോ. ഏതാ അപ്പൊ ശരിയായ പ്രയോഗം? സുകൃതമാകുന്ന അമൃതം. ചുരുക്കി പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം നമുക്കറിയാമെങ്കിൽ ഘടകപദങ്ങളാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. മുഖകമലം. മുഖകമലം എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? മുഖമാകുന്ന കമലം. ഈ മുഖകമലം എന്ന് പറയുന്നിടത്ത് എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? കമലം എന്ന് പറഞ്ഞാൽ താമരയാണ്, മുഖം നമുക്കറിയാം. മുഖകമലം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? തീർച്ചയായും മുഖത്തെ കുറിച്ചായിരിക്കും. എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? കമലം, താമരയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ എന്തിനോടാണോ ഉപമിച്ചിരിക്കുന്നത് അത് രണ്ടാം സ്ഥാനത്താണ് വരുന്നതെങ്കിൽ, എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഏതു വാക്കുകൊണ്ടേ വിഗ്രഹിക്കാൻ പറ്റുള്ളൂ? ആകുന്ന എന്ന വാക്ക് വെച്ചോണ്ടേ വിഗ്രഹിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഉദാഹരണം നോക്കിക്കേ. പാദപങ്കജം. പാദം എന്ന് പറഞ്ഞാൽ കാല്, പങ്കജം എന്ന് പറഞ്ഞാൽ താമര. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? പാദത്തെ കുറിച്ചാണ്. എങ്ങനെയുള്ള പാദമാണ്? താമര പോലുള്ള പാദമാണ്. അപ്പൊ എന്തുപോലെയാണോ ഉള്ളത് അത് രണ്ടാമത് വന്നിരിക്കുന്നു. എന്തിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അത് ആദ്യം വന്നിരിക്കുന്നു. അപ്പൊ ഏത് വാക്ക് വെച്ചോണ്ട് വിഗ്രഹിക്കണം? ആകുന്ന എന്ന വാക്ക് വെച്ചോണ്ട് വിഗ്രഹിക്കണം. പാദമാകുന്ന പങ്കജം. കരാരവിന്ദം. നോക്കിക്കേ, കരം കൈയാണ്, അരവിന്ദം താമരയാണ്. അപ്പോ കൈ എങ്ങനെയുണ്ട്? താമര പോലെയുണ്ട്. പക്ഷേ എന്തുപോലെയുണ്ട് എന്നുള്ളത് രണ്ടാമത് കിടക്കുന്നു. എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നത് ആദ്യവും കിടക്കുന്നു. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കണം? കരമാകുന്ന അരവിന്ദം എന്ന് വിഗ്രഹിക്കണം. കിട്ടിയോ? അപ്പോ എന്തുകൊണ്ടാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ നമ്മൾ എന്തു പറയും? വിശേഷണം എന്ന് പറയും. എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ എന്തു പറയും? വിശേഷ്യം എന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ ഒന്നാമത്തത് സുകൃതാമൃതത്തില് അല്ലെ, സുകൃതം എന്നുള്ളതാണ് എന്ത്? വിശേഷ്യം. സുകൃതത്തെ കുറിച്ചാ പറയുന്നത്. എങ്ങനെയുള്ള സുകൃതം? അല്ലെ, അമൃതമാകുന്ന അല്ലെ, അതെന്ത് തന്നെയാണ്? അമൃതമാണ്, മരണത്തെ ഇല്ലാതാക്കുന്നതാണ് നല്ല പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ വിശേഷ്യം സുകൃതമാണ്. സുകൃതത്തെ എന്തുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? അമൃതം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് വിശേഷണം രണ്ടാമതും വിശേഷ്യം ആദ്യവും വന്നാൽ അതിനെ എങ്ങനെ വിഗ്രഹിക്കാം? ആകുന്ന എന്ന വാക്ക് വെച്ചോണ്ട് വിഗ്രഹിക്കാം. അതുപോലെ തന്നെ കമലം അല്ലെ, വിശേഷണമാണ്, രണ്ടാമത് വന്നിരിക്കുന്നു. അടുത്ത ഉദാഹരണത്തിൽ പങ്കജം വിശേഷണമാണ്, രണ്ടാമത് വന്നിരിക്കുന്നു. അരവിന്ദം, കരാരവിന്ദം എന്ന് പറഞ്ഞിരിക്കുന്നിടത്തും വിശേഷണമായ അരവിന്ദം രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ തന്നെയും വിശേഷണം രണ്ടാമത് വന്നിരിക്കുന്നതിനാൽ, വിശേഷ്യം ആദ്യം വന്നിരിക്കുന്നതിനാൽ ആകുന്ന എന്ന വാക്ക് വെച്ചുകൊണ്ട് വേണം വിഗ്രഹിക്കാൻ. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഭാഗിനേയൻ എന്ന പദത്തിന്റെ എതിർലിംഗ പദം എഴുതുക. ഭാഗിനേയൻ, സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഭാഗിനേയന്റെ എതിർലിംഗ പദം ഏതാണ്? ഭഗിനി, ഭാഗിനേയി, ഭാഗിനേയ, ഭാഗിനി. ഏതാ ശരിയായ പ്രയോഗം? പലയിടത്തും ഭാഗിനേയി കാണുന്നുണ്ട് കേട്ടോ, അത് തെറ്റാണ്. ഭാഗിനേയന്റെ എതിർലിംഗ പദം എന്താണ്? ഭാഗിനേയ എന്നാണ്. അപ്പൊ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ മരുമകനാണ്. മരുമകൾ എന്നർത്ഥം വരുന്ന വാക്കാണ് ഏത്?
ഭാഗിനേയ എന്നുള്ളത്. കിട്ടിയല്ലോ. ഇതേപോലെ മരുമകൻ മരുമകൾ എന്നർത്ഥം വരുന്ന മറ്റു പദമാണ് ജാമാതാവും സ്നുഷയും. ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകനാണ്, മകളുടെ ഭർത്താവ്. സ്നുഷ എന്ന് പറഞ്ഞാലോ മകന്റെ ഭാര്യ അഥവാ മരുമകളുടെ പര്യായമാണ്. അടുത്തത് നോക്കിക്കേ, ഭ്രാതാവ് ഭഗിനി. ഭ്രാതാവ് എന്നാൽ സഹോദരനാണ്, സഹോദരി എന്നർത്ഥം വരുന്ന വാക്കാണ് ഏത്? ഭഗിനി. ഇനി ഈ സഹോദരി എന്നർത്ഥം വരുന്ന ഭഗിനിയിൽ ഒരു ദീർഘം വന്നാൽ ആള് മാറും, എന്താകും? ഭാഗിനിയായി. ഭാഗിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യമുള്ളവൾ അല്ലെങ്കിൽ പങ്കുള്ളവൾ എന്നാണ് വാക്കിനർത്ഥം. ഈ ഭാഗിനി എന്ന വാക്കിനെ പുല്ലിംഗമാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ നീ അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതി. അപ്പൊ എന്തായി? ഭാഗി. ഭാഗി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാഗ്യവാനാണ്. ഭാഗി ഭാഗ്യവാനാണ്, ഭാഗിനി ഭാഗ്യമുള്ളവളാണ്. കിട്ടിയല്ലോ. അടുത്ത വാക്ക് നോക്കിക്കേ, ഭക്തിക. ഭക്തിക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭക്തിയുമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടാകും എന്ന് വിചാരിക്കും, അല്ലേ? എന്നാൽ അല്ല. ഭക്തിക എന്ന വാക്ക് ചീവീടിന്റെ പര്യായമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭക്തം എന്ന് പറഞ്ഞാലോ ചീവീടിന്റെ ശബ്ദമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ വരട്ടെ. ഭക്തം എന്ന് പറഞ്ഞാൽ ചോറിന്റെ പര്യായമാണ്, അന്നത്തിന്റെ പര്യായമാണ് ഭക്തം. അതുപോലെ ഭക്തിക എന്ന വാക്കിന് ചീവീട് എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഭംഗുരം എന്ന് പറഞ്ഞാലോ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ എന്ന് ആര് പാടിയിട്ടുണ്ട്? എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട്. ക്ഷണഭംഗുരം, നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകുന്നത് എന്നാണ് പ്രയോഗത്തിനർത്ഥം. അപ്പൊ ഭംഗുരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാശം എന്നാണ്. പുതിയ ചില വാക്കുകൾ പരിചയപ്പെട്ടല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക. സമാന പദങ്ങളെക്കുറിച്ചും പര്യായ പദങ്ങളെക്കുറിച്ചും ഒരു ധാരണയുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം എളുപ്പം കണ്ടെത്താൻ സാധിക്കും. നോക്കിക്കേ, ആനനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖത്തിന്റെ പര്യായമാണ്. ആസ്യം എന്ന് പറഞ്ഞാൽ മുഖമാണ്. വക്രം എന്ന് പറഞ്ഞാൽ എന്തു തന്നെയാണ്? മുഖം തന്നെയാണ്. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഡി ആണ് ഉത്തരമെന്ന്. ആമ്രം, ഓപ്ഷൻ ഡി ആമ്രം. ആമ്രം എന്നുള്ളത് മുഖത്തിന്റെ പര്യായമല്ല. പിന്നെയോ ആമ്രം എന്നുള്ളത് മാവിന്റെയോ മാങ്ങയുടെയോ ഒക്കെ പര്യായമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ വേറിട്ട് നിൽക്കുന്നയാൾ ആരാണ്? ഓപ്ഷൻ ഡി ആമ്രമാണ്. മുഖത്തിന്റെ പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആനനം, മുഗർ, ചുപം, തുണ്ടം, ലബനം, മീട്. ഇതൊക്കെ എന്താണ്? മുഖത്തിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. ആനനം, മുഗർ, ചുപം, തുണ്ടം, ലബനം, മീട്, ആനനം, ആസ്യം, വക്രം. കണ്ടോ? ഇതൊക്കെ മുഖത്തിന്റെ പര്യായ പദങ്ങൾ, ശരീര അവയവങ്ങളുടെ പര്യായ പദങ്ങൾ പരീക്ഷയിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഓക്കെ. അപ്പൊ ആമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മാവിന്റെ പര്യായ പദമാണ്. അങ്ങനെയെങ്കിൽ ആമ്രേഡിതം എന്ന് പറഞ്ഞാൽ മാവിലുണ്ടായത് മാങ്ങ ആണോ? അല്ല കേട്ടോ. ആമ്രേഡിതം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു പറയുന്നതിനെയാണ് ആമ്രേഡിതം എന്ന് പറയുന്നത്. ആമ്രം മാവാണ്, ആമ്രേഡിതം ആവർത്തിച്ചു പറയലാണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, പരിഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യം. പരിഭാഷയിൽ തെറ്റായിട്ടുള്ളത് ഏത്? പുട്ട് ഓഫ് ധരിക്കുക, കാളപ്പോൺ ക്ഷണിക്കുക, കം ഔട്ട് എഗൈൻസ്റ്റ് പരസ്യമായി എതിർക്കുക, ഗെറ്റ് എലോങ് വിത്ത് മറ്റൊരാളുമായി നല്ല ബന്ധത്തിൽ ഏർപ്പെടുക. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദ്യം. കോളപ്പോൺ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കലാണ്. കം ഔട്ട് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനാണ്. ഗെറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാലോ ഒരു ജോളി ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ജോളി ആയിട്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഗെറ്റ് അലോങ് വിത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഒന്നാമത്തത് മാത്രമാണ് തെറ്റ്. അപ്പോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ധരിക്കുക എന്നർത്ഥം വരുന്ന പ്രയോഗം ഏതാണ്? പുട്ടോൺ ആണ്, അല്ലെ? ഹി പുട്ട് ഓൺ ഹിസ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളുടെ ജാക്കറ്റ് ധരിച്ചു എന്നാണ്. അപ്പൊ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കേ, പോസ്റ്റ്പോൺ അഥവാ നീട്ടിവെക്കുക എന്നർത്ഥം വരുന്ന, മാറ്റിവെക്കുക എന്നർത്ഥം വരുന്ന പ്രയോഗമാണ് പുട്ട് ഓഫ്. ഈ പുട്ട് ചേർത്തിട്ടുള്ള ഫ്രൈസൽ വെർബുകൾ നമ്മുടെ പരീക്ഷയിൽ അത് ഒരേ സമയം ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഉണ്ട്. ഈ പറയുന്നത് പോലെ ഫ്രൈസൽ വെർബുകൾ ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ഇരുന്നിരിപ്പിന് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു?
പുട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ഫ്രൈസൽ വെർബുകളെ പരിചയപ്പെടുന്നു. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടിവെക്കലാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കൽ, ടു വിയർ ആണ്. പുട്ട് ഇൻടു എന്ന് പറഞ്ഞാലോ ശ്രമിക്കുക, ടു ട്രൈ എന്നാണ്. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാലോ സംരക്ഷിക്കുക, സേവ് എന്നാണ്. പുട്ട് എവേ എന്ന് പറഞ്ഞാലോ പ്ലേസ് ഔട്ട് ഓഫ് ദി വേ, ക്ലീൻ അപ്പ്, എന്താണ്? വൃത്തിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പുട്ട് എവേ എന്ന് പ്രയോഗിക്കുന്നത്. പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാലോ റിട്ടേൺ സംതിങ് ടു ഇറ്റ്സ് ഒറിജിനൽ പ്ലേസ്, യഥാസ്ഥാനത്ത് വയ്ക്കുക, പുട്ട് ബാക്ക് എന്ന് പ്രയോഗിക്കുന്നു. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസർവ് ഫുഡ് ബൈ ക്യാനിങ്, ഫ്രീസിങ്, ഡ്രൈയിങ്. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ ആഹാരം സംരക്ഷിക്കുന്നതിനെയാണ്, സൂക്ഷിക്കുന്നതിനെയാണ്. അത് എങ്ങനെയൊക്കെ ആയിരിക്കാം? ഫ്രിഡ്ജിൽ വെക്കുന്നതോ ഉണക്കി സൂക്ഷിക്കുന്നതിനോ ഒക്കെയാണ് എന്ത് പറയുന്നത്? പുട്ട് ബൈ എന്ന് പറയുന്നത്. ഇനി പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാലോ പണം കൊടുക്കുന്നതിനെയാണ്, പേ, അതിനെയാണ് എന്ത് പറയുന്നത്? പുട്ട് ഡൗൺ എന്ന് പറയുന്നത്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാലോ താഴെ വയ്ക്കുന്നതിനെയാണ് പുട്ട് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മുകളിൽ വയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പുട്ട് അപ്പ് എന്ന് പ്രയോഗിക്കുന്നത്. കിട്ടിയോ? ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആവശ്യമായിട്ട് വരും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ആഷാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ഷായല്ല കേട്ടോ, ഇവിടെ തെറ്റിപ്പോയതൊന്നുമല്ല, ഇത് ഷാ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമം ആഷാ മേനോൻ എന്നാണ്. വ്യക്തിയുടെ യഥാർത്ഥ പേരെന്ത് എന്നതാണ് ചോദ്യം. MK മേനോൻ, PC ഗോപാലൻ, PC കുട്ടിക്കൃഷ്ണൻ, K ശ്രീകുമാർ. ആരാണ് ആഷാ മേനോൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിട്ടുള്ളത്? K ശ്രീകുമാർ ആണ് കേട്ടോ. നിരൂപകനായ K ശ്രീകുമാർ സ്വീകരിച്ചിരുന്ന തൂലികാനാമം ആഷാ മേനോനാണ്. ഒരുപാട് നിരൂപണ കൃതികൾ, പുതിയ പുരുഷാർത്ഥങ്ങൾ, പൂക്കളിൽ മഞ്ഞ് തുടങ്ങിയ നിരൂപണങ്ങൾ ആരുടേതാണ്? ആഷാ മേനോൻ എന്ന K ശ്രീകുമാറിന്റെയാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. MK മേനോൻ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ, അല്ലെ? അവകാശികൾ എന്ന നോവലിന്റെ കർത്താവാണ് ആര്? MK മേനോൻ. അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്താണ്? വിലാസിനി എന്നാണ്. സ്വന്തം അമ്മയുടെ പേരാണ് തൂലികാനാമമായിട്ട് സ്വീകരിച്ചത്. പിന്നെ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്ന വ്യക്തി ആരാണ്? നന്ദനാർ PC ഗോപാലനാണ്. അപ്പൊ PC കുട്ടിക്കൃഷ്ണൻ നോക്കിക്കേ, കൺഫ്യൂഷൻ ആകാൻ സാധ്യത കൂടുതലാണ്. ഇനിഷ്യൽ ഒന്ന് തന്നെയാണ്. PC ഗോപാലൻ നന്ദനാരാണെങ്കിൽ ഉറൂബാണ് ആര്? PC കുട്ടിക്കൃഷ്ണൻ. സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു തുടങ്ങിയ കൃതികൾ എഴുതിയിട്ടുള്ള ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണൻ. അതുപോലെ ഉണ്ണിക്കുട്ടന്റെ ലോകം തുടങ്ങിയ പ്രസിദ്ധമായ നോവലുകൾ എഴുതിയിട്ടുള്ള PC ഗോപാലൻ എന്ന നന്ദനാർ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എഴുതിയ അവകാശികളുടെ കർത്താവ് വിലാസിനി എന്ന MK മേനോൻ. ആഷാ മേനോൻ എന്ന K ശ്രീകുമാർ നിരൂപണ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കിട്ടിയല്ലോ? ഇത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓപ്ഷനുകൾ അടക്കം നമ്മുടെ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആഷാ മേനോൻ K ശ്രീകുമാർ, വിലാസിനി MK മേനോൻ, നന്ദനാർ PC ഗോപാലൻ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? കാലം, രണ്ടാമൂഴം, ഗോപുരനടയിൽ, ആൾക്കൂട്ടത്തിൽ തനിയെ. ഇതിൽ ഏത് കൃതിക്കാണ് MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ചത്? മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് MT രചിച്ച നോവലാണ് രണ്ടാമൂഴം. ഈ നോവലിനാണ് MTക്ക് വയലാർ അവാർഡ് ലഭിച്ചത്. കാലം എന്ന നോവലിന് MTക്ക് ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. നാലുകെട്ട് എന്ന കൃതിക്കാണ് MTക്ക് എന്ത് കിട്ടിയത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഗോപുരനടയിൽ എന്നുള്ള കൃതിക്ക്, ഗോപുരനടയിൽ എന്ന കൃതിയുടെ പ്രാധാന്യം അത് നാടകമാണ് എന്നതാണ്. MT വാസുദേവൻ നായരെ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിലാണ് നമുക്ക് പരിചയം. അതിൽ നിന്ന് വേറിട്ട് MT വാസുദേവൻ നായർ രചിച്ചൊരു നാടകമാണ് ഏത്? ഗോപുരനടയിൽ. ആൾക്കൂട്ടത്തിൽ തനിയെ, അല്ലെ? ഒരു സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട്. സീമയും ബാലൻ K നായരും മമ്മൂട്ടിയും ഉണ്ണിമേരിയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അതിന്റെ തിരക്കഥ എഴുതിയത് ആര് തന്നെയാണ്? MT വാസുദേവൻ നായർ തന്നെയാണ്.
അതുകൂടാതെ അദ്ദേഹം മകളുടെ വീട്ടിൽ അമേരിക്കയിൽ പോയ അവസരത്തില് ഒരു അമേരിക്കൻ യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരും എന്തു തന്നെയാണ്? ആൾക്കൂട്ടത്തിൽ തനിയെ എന്നാണ്. അപ്പോൾ MT ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ ഒരു യാത്രാ വിവരണവും ഒരു തിരക്കഥയും രചിച്ചിട്ടുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ചോദ്യമല്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 2-ാം ഊഴത്തിനാണ് വയലാർ അവാർഡ്. കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. നാലുകെട്ട് എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. രാജ്യം അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചത് 1995 ഗോപുരനടയിൽ എന്നുള്ളത് അദ്ദേഹം രചിച്ച നാടകവും ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് MT വാസുദേവൻ നായർ രചിച്ച യാത്രാവിവരണവും തിരക്കഥയുമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ശൈലിയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. കുടത്തിലെ വിളക്ക് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അന്യന് ഉപകാരമില്ലാത്തത്, പ്രയോഗിക്കാത്ത യോഗ്യത, ആർക്കും കാണാൻ പറ്റാത്തത്, അന്യർക്ക് ലഭിക്കാത്തത്. കുടത്തിന്റെ ഉള്ളിൽ ഒരു വിളക്കിരുന്നാൽ അതെന്താണ്? പുറമേലേക്ക് എത്തില്ല, അല്ലെ? വിളക്കിന് വെളിച്ചമുണ്ടെങ്കിൽ അത് തുറന്ന പ്രതലത്തിൽ വെച്ചാലാണ് എല്ലാവർക്കും പ്രയോജനകരമാകുന്നത്. ഇതെന്ത് ചെയ്യുന്നു? കുടത്തിനകത്തു വച്ചിരിക്കുന്നു. എനിക്കൊരു കഴിവുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്, അത് ഞാൻ പുറത്തേക്ക് കാണിക്കാതെ എൻ്റെ ഉള്ളിൽ തന്നെ നിഗൂഹനം ചെയ്തു വച്ചാൽ എന്താണ് അതിന് പറയാവുന്നത്? ഞാൻ എൻ്റെ കഴിവ് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. തീർച്ചയായും ശൈലിയുടെ അർത്ഥവും അത് തന്നെയാണ്. കുടത്തിലെ വിളക്ക് അല്ലെങ്കിൽ ഘടദീപം, അല്ലെ, എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പ്രയോഗിക്കാത്ത യോഗ്യത എന്നാണ്. ഓക്കെ, അപ്പോൾ കുടത്തിലെ വിളക്ക് അല്ലെങ്കിൽ ഘടദീപം എന്താണെന്ന് മനസ്സിലായി? പ്രയോഗിക്കാത്ത യോഗ്യതയാണ്. ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ശൈലികളുണ്ട്. ഉദാഹരണത്തിന് ഇലയിട്ട് ചവിട്ടുക പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ശൈലിയാണ് കേട്ടോ. എന്താണ് ഇലയിട്ട് ചവിട്ടുക? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലിയാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ് കുളിക്കാതെ ഈറനൊടുക്കുക. കുളിക്കാതെ ഈറനൊടുക്കുക എന്താണ്? കുളിക്കാതെ ഈറനൊടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുക. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഏത്? കുളിക്കാതെ ഈറനൊടുക്കുക. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ശൈലിയാണ് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക. ഭസ്മം എന്ന് പറഞ്ഞാൽ ചാരമാണ്. നെയ്യ് എന്ന വാക്കിന് എണ്ണ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന് പറഞ്ഞാൽ ചാരത്തിൽ എണ്ണയൊഴിക്കുക. എപ്പോഴാണ് തീ ആളിക്കത്തുന്നത്? എരിതിയിൽ എണ്ണയൊഴിക്കുമ്പോഴാണ് അത് ആളിക്കത്തുന്നത്. ഭസ്മം ചാരമായതിനു ശേഷം അതിൽ എണ്ണയോ പെട്രോളോ ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്തായിരിക്കും? കാലം തെറ്റി പ്രവർത്തിക്കുക. കാലം തെറ്റി പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക. കിട്ടിയല്ലോ. ഇതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ശൈലികളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി ചേർത്തെഴുതിയ പദം ഏതാണ്? ഇവിടെ ശരിക്കും വ്യത്യസ്തമായി ചേർത്തെഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും ഇത് ശരിക്കും വിഗ്രഹിക്കലുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വിഗ്രഹിച്ചുകൊണ്ട് ഇതിന് മറുപടി പറയാം. 6 7 എന്നുള്ള വാക്ക് എങ്ങനെയാ വിഗ്രഹിക്കേണ്ടത്? 6ഉം 7ഉം അല്ല കേട്ടോ. 6 7 അല്ലെ? നിന്റെ കയ്യിൽ എത്ര പേനയുണ്ട്? എൻ്റെ കയ്യിൽ 6 7 പേനയുണ്ട് എന്ന് പറഞ്ഞാൽ 6 7 കൂടെ കൂട്ടി 13 പേനയുണ്ട് എന്നാണോ പറഞ്ഞതിനർത്ഥം? അല്ല. എൻ്റെ കയ്യിൽ 6 പേനയാകാനും 7 പേനയാകാനും തുല്യ സാധ്യതയാണുള്ളത് എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പോ 6 7 അതാണ് എന്ത്? 6 7. കിട്ടിയല്ലോ. ജ്ഞാനവിജ്ഞാനം എങ്ങനെ വിഗ്രഹിക്കണം? ജ്ഞാനവും വിജ്ഞാനവും. ജ്ഞാനവും വിജ്ഞാനവും ഇങ്ങനെയാണത് വിഗ്രഹിക്കേണ്ടത്. അടുത്തത് വികാര വിചാരങ്ങൾ എങ്ങനെ വിഗ്രഹിക്കാം? വികാരവും വിചാരവും.
അല്ലെ? ഇവിടങ്ങളിലൊക്കെ നമ്മൾ വിഗ്രഹിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹിച്ചതിൽ നിന്ന് എന്തു മനസ്സിലായി? ഇതിൽ എല്ലായിടത്തും രണ്ട് വാക്കുകളുണ്ട്. രണ്ട് വാക്കുകളിൽ ഏതിനാണ് പ്രാധാന്യം? രണ്ട് വാക്കുകൾക്കും ഒരേ പ്രാധാന്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ മൂന്നും എന്തിന് ഉദാഹരണമാണ്? ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്. ആദ്യത്തെ വാക്കിനും രണ്ടാമത്തെ വാക്കിനും തുല്യ പ്രാധാന്യം വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ദ്വന്ദ്വ സമാസം എന്ന് വിളിക്കും. പക്ഷേ അടുത്ത വാക്ക് നോക്കിക്കേ, അടുത്ത വാക്ക് കൂപമണ്ഡൂകമാണ്. എങ്ങനെ വിഗ്രഹിക്കാം? കൂപവും മണ്ഡൂകവുമാണോ? കൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറാണ്. മണ്ഡൂകം എന്ന് പറഞ്ഞാൽ എന്താണ്? തവളയാണ്. അപ്പൊ കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറ്റിലെ തവള എന്നാണ് കേട്ടോ. കിണറ്റിലെ തവള എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. കൂപമണ്ഡൂകം, കിണറ്റിലെ തവള, അല്ലെങ്കിൽ കൂപത്തിലെ മണ്ഡൂകം എന്ന് നമുക്ക് വിഗ്രഹിക്കാവുന്നതാണ്. അപ്പൊ ബാക്കി ഇവിടെ എന്തിനാ പ്രാധാന്യം? കിണറിനും തവളയ്ക്കും ഒരേ പ്രാധാന്യമാണോ? അല്ല, തവളയ്ക്കാണ് പ്രാധാന്യം. കിണറ്റിൽ കിടക്കുന്നത് കൊണ്ട് അത് കൂപമണ്ഡൂകമായി. കുളത്തിൽ കിടക്കാൻ വേണമെങ്കിൽ അതിന് കരയിൽ കൂടെ നടക്കാം, അല്ലെ? അപ്പൊ ആത്യന്തികമായിട്ട് എന്തിനെ കുറിച്ചാ പറയുന്നേ? തവളയെ കുറിച്ചാ പറയുന്നേ. അത് എവിടെയാ നിൽക്കുന്നത് എന്നുള്ളത് പിന്നത്തെ കാര്യം. അപ്പൊ ഇവിടെ പ്രാധാന്യം രണ്ടാമത്തെ വാക്കിനാണ്. ഉത്തരപദ പ്രധാനമാണ്, തൽപുരുഷ സമാസമാണ്. അപ്പൊ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? കൂപമണ്ഡൂകമാണ്. ശൈലി എന്നുള്ള അർത്ഥത്തിലും കൂപമണ്ഡൂകം പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. പുറം ലോകവുമായി പരിചയമില്ലാത്ത അല്പജ്ഞാനികളെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിണറ്റിലെ തവള അല്ലെങ്കിൽ കൂപമണ്ഡൂകം എന്ന് പ്രയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഊഷരം എന്നതിന്റെ വിപരീത പദം ഏത്? ഉറവ, ഉർവരം, ആർദ്രം, വരണ്ട. ഏതാ ശരിയായ പ്രയോഗം? ഊഷരം എന്ന വാക്കിന് മരുഭൂമി എന്നാണ് അർത്ഥം. വരണ്ട ഭൂമി എന്ന അർത്ഥത്തിലാണ് ഊഷരഭൂമി എന്ന് പ്രയോഗിക്കുന്നത്. അപ്പോ നല്ലതുപോലെ വളരുന്ന, അല്ലെ, വളക്കൂർമയുള്ള ഭൂമി എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഉർവരമാണ് കേട്ടോ. ഉർവരം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഫലഭൂയിഷ്ഠമായ എന്നാണ്. അപ്പോൾ ഊഷരം മരുഭൂമിയാണ്, വരണ്ട പ്രദേശമാണ്. നല്ല വിളവുണ്ടാകുന്ന പ്രദേശം ഉർവരഭൂമിയാണ്. ഉറവ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ, അല്ലെ, ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ജലപ്രവാഹത്തിനാണ് ഉറവ എന്ന് പറയുന്നത്. അതിന് വിപരീത പദമുള്ളതായിട്ട് അറിവില്ല. ആർദ്രം എന്ന വാക്ക്, ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ളത് എന്നാണ് പ്രയോഗത്തിനർത്ഥം. അപ്പൊ ഉണങ്ങിയത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന വാക്ക് ആർദ്രത്തിന്റെ വിപരീതം ശുഷ്കം പ്രയോഗിക്കാറുണ്ട്. ഉണങ്ങിയത് എന്നുള്ള അർത്ഥത്തിൽ ശുഷ്കം എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സാന്ദ്രം എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്. ഇത് രണ്ടും ആർദ്രത്തിന്റെ വിപരീതമാണ്. പിന്നെ വരണ്ട, വരണ്ട എന്നുള്ളത് ഊഷരം എന്ന വാക്കിന്റെ അർത്ഥമാണ് എന്ത്? വരണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കുറച്ച് വിപരീത പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഊഷരം വിപരീതം ഉർവരം, ആർദ്രം എന്ന വാക്കിന്, അല്ലെ, സാന്ദ്രം, ശുഷ്കം. അതുകൂടാതെ ഏതൊരു വിപരീത പദം കൂടിയുണ്ട്? അനാർദ്രം, അല്ലെ, ആർദ്രം അല്ലാത്തത് അനാർദ്രം. മലയാളത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഒരു വാക്കിന് ഒരു വിപരീത പദമേ ഉള്ളൂ എന്ന് ധരിക്കരുത്. ഒരു വാക്കിന് തന്നെ ഒന്നിലധികം വിപരീത പദങ്ങൾ ഉണ്ടാകാം. അനാർദ്രം വരാം, അനാർദ്രം വരാം, സാന്ദ്രം വരാം, ശുഷ്കം വരാം. ഇതൊക്കെ തന്നെയും എന്തിന്റെ വിപരീത പദങ്ങളാണ്? ആർദ്രത്തിന്റെ വിപരീത പദങ്ങളാണ്. സനാഥ വിപരീതം അനാഥ. അനാഥ എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്തത് അനാഥ. സനാഥ എന്ന് പറഞ്ഞാലോ നാഥനോട് കൂടിയത്. അധമം മോശമാണ്, ഉത്തമം ഏറ്റവും മികച്ചതാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വിപരീതമാണ് നിഗ്രഹം. നിഗ്രഹം എന്ന വാക്കിന് കൊല്ലുക, ഇല്ലായ്മ ചെയ്യുക എന്നും ശാപം എന്നും അർത്ഥമുണ്ട്. അബദ്ധം എന്ന വാക്ക് നമുക്കറിയാം, നമുക്ക് എപ്പോഴും പറ്റുന്നതാണ്, അല്ലെ, അബദ്ധം. അപ്പോ ബദ്ധമല്ലാത്തത് അതാണ് അബദ്ധം. ബുദ്ധിയോടെ പെരുമാറാത്തത് അബദ്ധം. അപ്പോ ബുദ്ധിയോടുകൂടി നല്ല ബുദ്ധിയോടുകൂടി പെരുമാറിയതാണ് എന്ത്? സുബദ്ധം. അപഗ്രഥനം, ഉദ്ഗ്രഥനം. അപഗ്രഥിക്കുക എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പലരും ക്ലാസ്സിൽ പറയാറുള്ളത് വിശദീകരിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥമായിട്ടാണ് പറയാറുള്ളത്. അല്ല കേട്ടോ, അപഗ്രഥിക്കുക എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം കെട്ടഴിക്കുക എന്നതാണ്.
കെട്ടഴിക്കുക എന്നാണ്. അപ്പൊ ഉദ്ഗ്രഥനം എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? കെട്ടുക എന്നാണ് കേട്ടോ, കെട്ടുക. അപഗ്രഥനം എന്തെങ്കിലും ഒരു പ്രശ്നം പിടിച്ച കാര്യമായിരിക്കും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു പ്രസ്താവന രൂപത്തിലോ മറ്റോ പരീക്ഷാ ചോദ്യ പേപ്പറുകളിൽ ഒരു സെന്റൻസ് തരും, വിവാദാത്മകമായ ഒരു വാക്യം തന്നിട്ട് നമ്മളോട് എന്ത് പറയും? അപഗ്രഥിക്കുക എന്ന് പറയും, അല്ലെ? അപ്പൊ അതിന്റെ രണ്ട് സൈഡും വിശകലനം ചെയ്ത്, അല്ലെ, ആ പ്രശ്നത്തിന്റെ കെട്ടഴിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അപഗ്രഥനം വിപരീതം ഉദ്ഗ്രഥനമാണ്. പിന്നെയോ അവമാനം അല്ലെങ്കിൽ അപമാനം, രണ്ടു വാക്കിനും ഒരേ അർത്ഥമാണ്. അതിന്റെ വിപരീതം അഭിമാനം. ആദാന പ്രദാനം, കൊടുക്കൽ വാങ്ങൽ എന്നർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ് ആദാനവും പ്രദാനവും. അതുപോലെ ക്രയം വിക്രയം ഇതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് കേട്ടോ. ക്രയം വിപരീതം വിക്രയം, കൊടുക്കൽ വാങ്ങലാണ്. പിന്നെ ആർദ്രം ശുഷ്കം പറഞ്ഞു കഴിഞ്ഞു. ആർജവം കൗടില്യം. ആർജവം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ആർജവം എന്ന വാക്കിന് നേരെ എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ വിപരീതമായിട്ട് കൗടില്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കൗടില്യത്തിന് വളഞ്ഞത് എന്നാണ് അർത്ഥം. ഇനി ആർജവത്തിനുള്ള മറ്റൊരർത്ഥം ആർജിച്ചെടുത്തത് എന്നാണ്. പരിശീലനത്തിലൂടെയോ മറ്റോ നേടിയെടുക്കുന്നതാണ് ആർജവം. ഓക്കെ, അപ്പോ ജനിച്ചപ്പോഴേ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്തു പറയും? സഹജം എന്ന് പറയും. അങ്ങനെ അർത്ഥവ്യത്യാസത്തിൽ ആർജവത്തിന് രണ്ട് വിപരീത പദങ്ങളുണ്ട്. ആർജവം വിപരീതം കൗടില്യവുമാണ്, ആർജവം വിപരീതം സഹജവുമാണ്. കിട്ടിയല്ലോ. അടുത്തത് ആത്മീയം വിപരീതം ഭൗതികം. ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചതാണെങ്കിൽ ഭൗതികം ഭൂതത്തെ സംബന്ധിച്ചത്. മെറ്റീരിയലിസ്റ്റിക് എന്നുള്ള അർത്ഥത്തിലാണ് ഭൗതികം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അടുത്തത് ഉന്മുഖൻ വിപരീതം വിമുഖൻ. ഉന്മുഖൻ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവനാണ്, വിമുഖൻ എന്ന് പറഞ്ഞാലോ താല്പര്യമില്ലാത്തവൻ എന്നാണ് വാക്കിനർത്ഥം. ഈ ലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്, പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികമാണ്. അതുകൊണ്ട് ഐഹികം വിപരീതം പാരത്രികം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യമല്ല, കുറച്ചുകൂടി വിപരീത പദങ്ങളൊന്ന് പരിചയപ്പെടാം. ഋതം വിപരീതം അനൃതം. ഋതം എന്ന വാക്കിന് സത്യം എന്നാണ് അർത്ഥം. അപ്പൊ നുണ എന്നർത്ഥം വരുന്ന വാക്ക് അനൃതം. കർക്കശം സ്ട്രിക്റ്റ് ആണ്, അല്ലെ? കർക്കശം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. ആ സ്ട്രിക്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്? ലളിതം. അതുപോലെ കഠിനം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് മൃദുലം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ലളിതത്തിന്റെ വിപരീതമായിട്ടും കഠിനം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതും തെറ്റല്ല, അതും അങ്ങനെയും പ്രയോഗിക്കാം. കഠിനം വിപരീതം ലളിതം, അതും പ്രയോഗിക്കാവുന്നതാണ്. മൃദുലം വിപരീതം ലളിതവും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ കഠിനം എന്ന വാക്കിന് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ രണ്ടർത്ഥം ഉണ്ടല്ലോ. ഹാർഡ്, അല്ലെ, കട്ടിയുള്ളത് എന്നൊരർത്ഥം പറയാവുന്നതാണ്. പിന്നെയോ കോംപ്ലക്സ് എന്നൊരർത്ഥവും പറയാവുന്നതാണ്. ഈ രണ്ടർത്ഥത്തിലും മലയാളത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് ഏത്? കഠിനം. അപ്പോ ഹാർഡ് എന്ന് പറഞ്ഞാൽ നല്ല പരുപരുത്തത് ആണല്ലോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? മൃദുലം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി സങ്കീർണം, അല്ലെ, സങ്കീർണമായ ഒരു പ്രശ്നം എന്നുള്ള അർത്ഥത്തില്, കോംപ്ലക്സ് എന്ന അർത്ഥത്തില് കഠിനം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ലളിതം എന്ന വാക്കും ഉപയോഗിക്കുന്നു. അടുത്തത് കൃതജ്ഞത വിപരീതം കൃതജ്ഞത. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദിയാണ്, കൃതജ്ഞത എന്ന് പറഞ്ഞാലോ നന്ദികേടിനെയാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. കൃത്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്, പ്രവൃത്തി ചെയ്യാതിരിക്കലാണ് അകൃത്യം. ഗൗരവം വിപരീതം ലാഘവം. ഗുരുവിന്റെ ഭാവമാണ്, അല്ലെ? ഗൗരവം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഭാവമാണ്. ലാഘവം എന്ന് പറഞ്ഞാലോ ഗൗരവം ഇല്ലാത്ത അവസ്ഥയാണ്. ഒട്ടും സീരിയസ് ആയിട്ട് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും? ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അയാൾ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് എന്ന് പറയും. അത് ഗൗരവത്തിന്റെ വിപരീതമാണ്. ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുക, അല്ലെ? വൃദ്ധി, അഭിവൃദ്ധി എന്ന് പറഞ്ഞാലോ ശ്രേയസ്, അല്ലെ, ഡെവലപ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് വൃദ്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. കാലം കഴിഞ്ഞത് എന്നതിനുള്ള ഒറ്റപ്പദം ആണ് ഡാഷ്. ഏതാണ്? അകാലം, സമകാലികം, നിഷ്കാലികം, അകാലികം. ഏതാ ശരിയായത്? നിഷ്കാലികമാണ് ശരിയായ ഉത്തരം. പലരും തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. കാലം കഴിഞ്ഞത് എന്താണ്? നിഷ്കാലികമാണ്. അപ്പോ അകാലം, സമകാലികം തുടങ്ങിയ വാക്കുകളുടെ അർത്ഥം നോക്കിക്കേ.
അകാലം എന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞതല്ല, കാലം തെറ്റിയതാണ്, അല്ലെ? അകാലത്തിൽ മരിച്ചുപോയ ഇന്നയാൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കാലം തെറ്റി, കാലത്തിന് മുമ്പോ കാലത്തിന് ശേഷമോ സംഭവിച്ചത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. ഏകകാലികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ കാലത്ത് സംഭവിക്കുന്നത് ഏകകാലികം. സമകാലികർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അപ്പൊ ഏകകാലികർ എന്ന് പറയാമോ? അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട്. ഏകകാലികർ എന്ന് പ്രയോഗിക്കാറില്ല, പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ സമകാലികം എന്ന് പ്രയോഗിക്കാവോ? അങ്ങനെ പ്രയോഗിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ഉചിതമായ പ്രയോഗം എന്താണ്? ഏകകാലികവും സമകാലികരുമാണ്. തെറ്റുണ്ട് എന്നല്ല പറഞ്ഞതിനർത്ഥം. കൃത്യമായി പ്രയോഗിക്കാറുള്ളത് ഇത് രണ്ടുമാണ്. ഇനി ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വാക്ക് നമുക്ക് ഓർമ്മ വരാം, ആനുകാലികം. ആനുകാലികം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുകാലിക മാഗസിനുകൾ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? ആഴ്ചപ്പതിപ്പ്, ആനുകാലികങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ആഴ്ചപ്പതിപ്പ് എന്ന് അല്ലെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. നിശ്ചിത കാലം അനുസരിച്ചുള്ള എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? ആനുകാലികം എന്നുള്ളത്. കിട്ടിയല്ലോ? ഇതൊക്കെ പരീക്ഷയിൽ പലയാവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു ചോദ്യ പേപ്പർ കിട്ടിയാൽ എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ഇത്രയും നാൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം കാണുന്നു, അതിന്റെ ഉത്തരം ഏതെന്ന് കണ്ടുപിടിക്കുന്നു, ചോദ്യ പേപ്പർ ആൻസർ ചെയ്യുന്നത് അവസാനിക്കുന്നു. അങ്ങനെയാണോ വേണ്ടത്? അല്ല. ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ എന്തുകൊണ്ട് അവിടെ വന്നു എന്നുള്ളതിനെ വിശദീകരിക്കാനും നമുക്ക് കഴിയണം. അവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് പൂർണ്ണമാകുന്നത്. അത് മലയാളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് വരും പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ സഹായകമാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇനി മുതൽ നമുക്ക് മാതൃകാ ചോദ്യ പേപ്പറുകൾ ഉത്തരം ചെയ്തു തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.